നമസ്കാരം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിലെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ക്ലാസ് മുൻപ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറിന്റെ ക്ലാസ് ആണത്. അപ്പൊ ആ ക്ലാസിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാൻ, കാണാൻ സമയമുള്ളവർ ആ ക്ലാസ് കൂടി ഒന്ന് കാണുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പ്രതിൻ വി പോത്തൻ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്നതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കും. അപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ വരുന്ന ഒന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ട് വരുന്നതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. അപ്പോയിന്റ് ചെയ്യുന്ന വർഷമാണ് 1948. ഏത് വർഷമാണ്? 1948 രാധാകൃഷ്ണൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഈ കമ്മീഷനെ പൊതുവിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ എന്നാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ എന്ന് ചോദിച്ച ഉത്തരമാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട മറ്റ് 1-2 വസ്തുതകളുണ്ട്. UGC രൂപീകരിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ UGC നിലവിൽ വരുന്ന വർഷം ഏതാണ്? അത് 1953. ഒരുപാട് പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക. UGC ആക്ട് വരുന്ന വർഷം ഏതാണ്? UGC ആക്ട് വന്ന വർഷം 1956. പക്ഷെ UGC രൂപീകൃതമായത് 53 ഓർത്തിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് UGC എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതും ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്നും ഏത് കമ്മീഷൻ പറയുന്നുണ്ട്? രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പം രാധാകൃഷ്ണൻ കമ്മീഷന്റെ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് UGC, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് ഈ കമ്മീഷൻ പറയുന്നു. അപ്പൊ അത്രയും അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു കമ്മീഷനിലേക്ക് വരാം. ഡോക്ടർ മുതലിയാർ കമ്മീഷൻ. പൂർണ്ണ പേര് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നാണ്. പൊതുവിൽ മുതലിയാർ കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി തലത്തിൽ വരുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ് ഇതിനെ പൊതുവിൽ അറിയപ്പെടുന്നത്. എന്താണ്? സെക്കൻഡറി തലത്തിൽ വരുന്ന കമ്മീഷൻ എന്നാണ് പൊതുവിൽ ഇതിനെ അറിയപ്പെടുന്നത്. ഇനി ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ത്രിഭാഷ എന്നുള്ള നിർദ്ദേശമാണ്. സ്കൂളുകളിൽ ഈ പറയുന്ന ഹിന്ദി, ഇംഗ്ലീഷ്, മാതൃഭാഷ ഇത് 3 പഠിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതാണ് ത്രിഭാഷ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മീഷനാണ്. അതുപോലെ തന്നെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് ഈ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ടെന്നാണ്. വിവിധോദ്ദേശ സ്കൂളുകൾ രൂപീകരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപക പരിശീലനം ഇതിനും പ്രാധാന്യം നൽകണം എന്ന് ഈ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മുതലിയാർ കമ്മീഷന്റെ നിർദ്ദേശം എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പൊതുവിൽ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരുന്ന കമ്മീഷൻ എന്ന് പറയുന്നു. ത്രിഭാഷ എന്നുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവരുന്നു. വിവിധോദ്ദേശ സ്കൂളുകൾ വേണമെന്ന് നിർദ്ദേശിക്കുന്നു. അധ്യാപക പരിശീലനത്തിന് പ്രാധാന്യം നൽകണമെന്നും ഈ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കും. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കമ്മീഷനും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ DS കോത്താരി അധ്യക്ഷനായിട്ട് വരുന്ന കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. 1964 അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവര് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്? അതാണ് 10+2+3. അപ്പം കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃകയാണ് 10+2+3 എന്ന് പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ മാതൃക എന്ന കാര്യം ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ ഇവരെ മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നതാണ് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾക്കൊള്ളിക്കണം എന്നുള്ള നിർദ്ദേശം ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്നാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി ഉൾക്കൊള്ളിക്കണം എന്നുള്ള നിർദ്ദേശം വരുന്നു. അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതും ഈ പറയുന്ന കമ്മീഷന്റെ നിർദ്ദേശമാണ്. അപ്പം കോത്താരി കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഒന്നാമതായിട്ട് വരുന്നതാണ് 10+2+3 എന്നുള്ള മാതൃക ശുപാർശ ചെയ്യുന്നു. അടുത്തത് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതും ഈ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശമാണെന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കമ്മീഷനാണ്. പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, യശ്പാൽ കമ്മീഷൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം യശ്പാൽ കമ്മീഷൻ എന്നുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മീഷൻ എന്ന രീതിയിൽ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത ഒരു കമ്മീഷനാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തും പ്രാധാന്യമുള്ളതാണ്, കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. കസ്തൂരി രംഗൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പശ്ചിമഘട്ടമായിട്ടുള്ള ബന്ധം നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ ഇവിടെ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന 2017 കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നിയമിക്കുന്ന കമ്മീഷനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം 2017 കസ്തൂരി രംഗൻ കമ്മീഷനെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം 2020 ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കസ്തൂരി രംഗൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 5+3+3+4. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, 5+3+3+4. ഈ ഒരു വിദ്യാഭ്യാസ ഫോർമുല നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരുപാട് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടെ കേന്ദ്ര മന്ത്രിസഭ ഈ പറയുന്ന വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരമൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ വരും. അതിൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് 18 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത് കസ്തൂരി രംഗൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശമാണെന്ന് കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. നിലവിൽ 14 വയസ്സ് വരെയാണ് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം. അത് 18 വയസ്സ് വരെ ആക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അകത്താണ് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയുമ്പോൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് ഏത് വർഷമാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വിദ്യാഭ്യാസ നയം വരുന്നത് 1968 ഏത് വർഷമാണ്? 1968 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തിരിക്കണം. ആരാണ്? ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് ഏത് വർഷമാണ്? അത് 1986 എന്ന് ഓർത്തിരിക്കുക. ഏത് വർഷമാണ്? 1986 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 86 വിദ്യാഭ്യാസ നയം വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരിക്കും? അത് രാജീവ് ഗാന്ധി എന്ന് ഓർത്തിരിക്കാറാണ്, രാജീവ് ഗാന്ധി. അപ്പൊ ആദ്യമായിട്ട് 68 ആ 68 തിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു വിദ്യാഭ്യാസ നയം വരുന്ന വർഷമാകും. അത് 1986 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം 86 വിദ്യാഭ്യാസ നയത്തെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്, ഇന്ത്യയിൽ ഈ പറയുന്ന നവോദയ സ്കൂളുകൾ വരുന്നതിന് കാരണമാകുന്നത് ഈ ഒരു വിദ്യാഭ്യാസ നയമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നവോദയ സ്കൂളുകളുടെ രൂപീകരണം ഈ ഒരു നയവുമായി ബന്ധപ്പെട്ട് വരുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള പദ്ധതി വരുന്നതും ഈ 86 വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ക്ലാസ് റൂമിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കും. ഇനി 86 വിദ്യാഭ്യാസ നയം 1992 ഒന്ന് ചെറുതായിട്ട് പരിഷ്കരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. 92 ഒന്ന് അത് ചെറുതായിട്ട് റിവൈസ് ചെയ്തു എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇനി അതിനെല്ലാം പകരമായിട്ട് ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച വർഷമാണ് 2020. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായിട്ട് വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 2020 കാര്യം ഓർത്തിരിക്കുക. നരേന്ദ്രമോദി സർക്കാരാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കസ്തൂരി രംഗൻ കമ്മീഷനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക.
ഇനി വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, മറ്റു പലയിടത്തും ചിലപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്ന ഏത് വർഷമാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത് 2009. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ വർഷം 2009. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്ന എന്നാണ്, പ്രാബല്യത്തിൽ വരുന്നത് 2010 ഏപ്രിൽ 1 എന്നാണ്. 2010 ഏപ്രിൽ 1-ാം തീയതിയാണത് നിലവിൽ വരുന്ന എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് സർവശിക്ഷ അഭിയാൻ എന്നുള്ള വിദ്യാഭ്യാസ പദ്ധതിയും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നുള്ള പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, സർവശിക്ഷ അഭിയാൻ എന്നുള്ള പദ്ധതിയും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നുള്ളതും 2018 സംയോജിപ്പിച്ചു കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാഭിയാൻ എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി ഇത് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. നവംബർ 11 എന്ന കാര്യം ഓർത്തിരിക്കുന്നതാണ്. നവംബർ 11 ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പൊ അതാണ് ഈ നവംബർ 11 ആരുടെ ജന്മദിനമാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യയുടെ 1ാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11. അന്നാണ് വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കുണ്ട്, ഓർത്തിരിക്കുക, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് ആരുടെ ബുക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്കാണ്. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇദ്ദേഹമായിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന സ്ഥാപനം. ഇത് നിലവിൽ വരുന്ന വർഷമാണ് 1979. ഏത് വർഷമാണ്? 1979 നിലവിൽ വരുന്നത്. ഡൽഹി ആസ്ഥാനമായിട്ടാണ് നിലവിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഏകോപനം എന്നുള്ള തലത്തിൽ വരുന്ന സ്ഥാപനമാണ് ഇതെന്ന കാര്യം ഓർത്തിരിക്കുക. സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള സ്ഥാപനം നിലവിൽ വരുന്നു 1979 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് IIT എന്ന കാര്യം ഓർത്തിരിക്കും. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ IIT വരുന്ന 1951 ഖരഗ്പൂരിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ IIT നിലവിൽ വരുന്ന 1951 ഖരഗ്പൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ IIM വരുന്ന എന്നാണ്? അത് 1961 1961 ആദ്യത്തെ IIM നിലവിൽ വരുന്നത്. അത് കൽക്കട്ട എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ IIM 1961 വരുന്നത് കൽക്കട്ടയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് യാതൊരു സംശയവും വേണ്ട എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ ഭാഗത്ത് പഠിച്ചിരിക്കേണ്ട മറ്റ് 1-2 സ്ഥാപനങ്ങളെ പറ്റി കൂടി നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം. അപ്പൊ അതിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ദേശീയ സംഗീത നാടക അക്കാദമി എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? സംഗീത നാടക അക്കാദമി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീതം, നാടകം ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കുക ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി അതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് വെളിയിലും നമ്മുടെ കലകൾക്ക് പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യൻ കലാരൂപങ്ങൾക്ക് പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ അതിന്റെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലളിതകലാ അക്കാദമിയുടെ ചുമതല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിനാണെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ ചുമതല എന്തായിരിക്കും? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ പ്രോത്സാഹനം എന്നുള്ളതാണ് സാഹിത്യ അക്കാദമിയുടെ ചുമതല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ പ്രോത്സാഹനം എന്നുള്ളതാണ് അവരുടെ ചുമതല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിനാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ.
നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇവരുടെ ചുമതല എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാമ ഫെസ്റ്റിവൽ, ഈ പറയുന്ന നാടകോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന കാര്യം ഓർത്ത്. നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഈ ഒരു സമിതിയുടെ പരിധിയിൽ വരുന്ന വിഷയമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കുക നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇവരുടെ ചുമതലയാണ് ഈ പറയുന്ന ബുക്കുകളുടെ പ്രസിദ്ധീകരണം കുറഞ്ഞ ചെലവിൽ നടത്തുക. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല. അതുപോലെ തന്നെ വായന എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ വായനയ്ക്ക് പ്രാധാന്യം നൽകുക, ബുക്കിന്റെ വായന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാന ദൗത്യം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ സംഘടനകളും അതിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതെല്ലാം ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ ഡൽഹിയാണ് ഇതിന്റെ എല്ലാം ആസ്ഥാനം എന്ന് ഓർത്തിരിക്കുക. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇതേ പദ്ധതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഇത് പഠിച്ചു വെച്ചേക്കുക. ഉറപ്പായിട്ടും ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ള ഒരു മാർഗമായിട്ട് മാറും എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വസ്തുതകളാണ്. വിദേശ നയത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി നെഹ്റു എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യൻ വിദേശ നയ രൂപീകരണത്തിൽ നെഹ്റുവിനെ സഹായിച്ച മലയാളി എന്നറിയപ്പെട്ടിരിക്കുന്ന ആളാണ് VK കൃഷ്ണമേനോൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ വിദേശ നയ രൂപീകരണത്തിൽ നെഹ്റുവിനെ സഹായിച്ച മലയാളിയാണ് VK കൃഷ്ണമേനോൻ. 1961 ഓപ്പറേഷൻ വിജയ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചതും ആര് തന്നെയാണ്? VK കൃഷ്ണമേനോനാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം സമയം സംസാരിച്ച വ്യക്തി, പ്രസംഗിച്ച വ്യക്തി എന്നുള്ള റെക്കോർഡും ആരുടെ പേര് തന്നെയാണ്? VK കൃഷ്ണമേനോന്റെ പേരിൽ എന്ന കാര്യം ഓർത്തിരിക്കും. അപ്പം അതൊന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി വിദേശ നയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പഞ്ചശീല തത്വങ്ങൾ എന്നറിയാം. ഏത് വർഷമാണ്? 1954. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954. ഇനി അങ്ങനെയാണെങ്കിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ വ്യക്തികളാണ്, അല്ലെ ഏതൊക്കെ നേതാക്കളാണ്? ഒന്ന്, ചൈനയ്ക്ക് വേണ്ടി ചൗ എൻ ലായും നെഹ്റു, ഇന്ത്യക്ക് വേണ്ടി നെഹ്റുവുമാണ് ഒപ്പുവെക്കുന്നത്. അപ്പം പഞ്ചശീല തത്വങ്ങളിൽ 54 ഒപ്പുവെച്ച നേതാക്കളാണ് ചൗ എൻ ലായും ജവഹർലാൽ നെഹ്റുവും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചശീല തത്വങ്ങളിൽ പറയുന്ന 5 തത്വങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പം 5 തത്വങ്ങൾ പറയുന്നു, അത് ഏതൊക്കെയെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഒന്നാമത്തേത്, അതിർത്തിയും പരമാധികാരവും അംഗീകരിക്കുക. ഇരു രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തിയും തങ്ങളുടെ പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ്. അടുത്തത് എന്ന് പറയുന്നത് പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തത്വമാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക. മൂന്നാമത്തെ തത്വമാണ് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. അതായത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു രാജ്യം ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ തത്വം. നാലാമത്തെ തത്വം എന്ന് പറയുന്നതാണ് സമത്വം പാലിക്കുക. അതായത് ഈ പറയുന്ന പരസ്പരം ഒരു സമത്വത്തിന്റെ പാതയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അതായത് രണ്ട് രാജ്യങ്ങളും തുല്യരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് വരുന്ന ആശയമാണ് സമാധാനപരമായ സഹവർത്തിത്വം. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള 5 വസ്തുതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുവെക്കുക. ഒന്നുകൂടി പറയാം, അതിർത്തിയും പരമാധികാരവും അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, അതുപോലെ തന്നെ സമത്വം പാലിക്കുക, രണ്ട് രാജ്യങ്ങളും തുല്യരാണ് എന്നുള്ള സമത്വം പരിപാലിക്കുക, അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അപ്പം ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള 5 വസ്തുതകൾ എന്ന് ഓർത്തിരിക്കുക. ചിലപ്പം ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വത്തിന്റെ അടിസ്ഥാന തത്വം അല്ലാത്തത് എന്നുള്ള ചോദ്യം വരാം. അപ്പം ഈ ഒരു ആശയം അറിയാമെങ്കിലേ അവിടെ ഉത്തരം എഴുതാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക.
ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ ഏതൊക്കെയെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തേത് നമുക്കറിയാം, ഈ പറയുന്ന പഞ്ചശീല തത്വം ഇന്ത്യൻ വിദേശ നയമാണ്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയമാണ് ചേരിചേരാ പ്രസ്ഥാനം, ഇന്ത്യയുടെ വിദേശ നയത്തിൽ വരുന്ന ഒരു ആശയമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്, അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ ഒന്നാണ് സാമ്രാജ്യത്വവും കോളനി വൽക്കരണത്തിനും എതിരായിട്ടുള്ള നിലപാടെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് സാമ്രാജ്യത്വത്തിനെ എതിർക്കുക, അതുപോലെ തന്നെ കോളനി വൽക്കരണത്തെയും എതിർക്കുക. മറ്റൊന്ന് വംശീയതയെ എതിർക്കുക, അല്ലെങ്കിൽ വംശീയതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുക. അതുപോലെ തന്നെ UN ഉള്ള വിശ്വാസം, അതായത് ഈ പറയുന്ന UN പോലുള്ള അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന സംഘടനയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുക എന്നുള്ള. അപ്പൊ ഈ പറയുന്ന എല്ലാം തന്നെ ഇന്ത്യൻ വിദേശ നയവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ആശയങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇവിടെയും ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ചോദ്യം വരാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള വസ്തുതകളാണ്. അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇന്ത്യൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയമാണ് ചേരിചേരാ നയം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ചേരിചേരാ നയം എന്നുള്ള ആശയം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വരുന്ന ഏത് വർഷമാണ്? 1961 ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. ബെൽഗ്രേഡിലാണ് നിലവിൽ വരുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം 1961 ബെൽഗ്രേഡിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യ സമ്മേളനമാണ് 55 ബാങ്തുങ് സമ്മേളനം എന്ന കാര്യം ഓർത്തിരിക്കുക. 1955 ബാങ്തുങ് സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ തീരുമാനം വരുന്നത്. പക്ഷെ ഔദ്യോഗികമായിട്ട് സംഘടന നിലവിൽ വരുന്ന 1961 എന്ന കാര്യം ഓർത്തിരിക്കും. അങ്ങനെയാണ് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം നടക്കുന്നത് 2018 18ാമത്തെ സമ്മേളനമാണ്. അത് അസർബൈജാനിൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ വെച്ചാണ് അസർബൈജാനിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ, നിലവിലത്തെ കണക്കിൽ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം നടക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കും. ഇനി ചേരിചേരാ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട 1-2 നേതാക്കളുണ്ട്. അവരുടെ പേര് കൂടി ഒന്ന് ഇവിടെ പഠിച്ചു വെച്ചേക്കുക. ഒന്ന് നമുക്കറിയാം, നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആണ് ഇതിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തി. നെഹ്റുവിനെ പോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ഒന്ന് ടിറ്റോ, യൂഗോസ്ലോവിയ എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് നാസർ, ഈജിപ്റ്റ്. മറ്റൊന്ന് സുകാർണോ, ഇന്തോനേഷ്യ. അടുത്തത് ക്രാമിയൻ ക്രൂമ, ഏത് രാജ്യമാണ്? ഖാന. അപ്പം ഈ പറഞ്ഞ വ്യക്തികളുടെ പേരും ഈ രാജ്യങ്ങളുടെ പേരും ഒന്ന് ഓർത്തു വെച്ചേക്കുക. ചിലപ്പം ഇവിടെയും ജോഡികൾ തന്നിട്ട് തെറ്റായിട്ടുള്ള ജോഡി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന റിവിഷൻ ക്ലാസ് ആണ്. ഇതിലെ മറ്റു ചില വസ്തുതകളുണ്ട്, അത് നിങ്ങൾക്ക് മറ്റു പല റിവിഷൻ ക്ലാസ്സിലൂടെ ലഭിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.